ഇനി കുറച്ച് നാൾക്കാലേ ഉള്ളൂ. സത്യം പറഞ്ഞ ഒരു 1 വീക്ക് 10 days ഉള്ളൂ തോന്നുന്നു. പിന്നെ എൻ്റെ റൂം കാണണോ കൂട്ടുകാരെ? എന്താ കൊള്ളാല്ലേ? കെട്ടാൻ പോവാണ്, പക്ഷെ ഒരു ഉത്തരവാദിത്തം ഇതുവരെ വന്നിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? കടയിൽ മേടിച്ച് വയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വരുമ്പോഴേ വരാൻ പറ്റത്തോ? എല്ലാത്തിനും നല്ല സമയമുണ്ട് ദാസാ. കാർഡ്ബോർഡ് പെട്ടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ തൊട്ടുപോൾ നോക്കിയിട്ടില്ല ഇതുവരെ. നമ്മൾ എന്തായാലും പുതിയ വീട്ടിൽ പോകുന്നതുകൊണ്ട് സോഫ സെറ്റൊക്കെ മേടിക്കാമെന്ന് പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് കണ്ട, ഇവിടെ വേസ്റ്റ് ആയിട്ടിരിക്കുന്ന സോഫ സെറ്റ് ഒന്ന് ശരിയാക്കി എടുക്കുവാണെങ്കിൽ പിന്നെ പുതിയത് മേടിക്കണ്ടല്ലോ. അപ്പം അതാണ് പൈസ എങ്ങനെ നമുക്ക് സേവ് ആക്കാം. ഇതിപ്പോൾ എന്തായാലും ഇച്ചിരിയല്ലേ ഉള്ളൂ പണി. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കുവാണെങ്കിൽ സെറ്റാണ്. ദാറ്റ് ഈസ് ദ ഗോൾ ഓഫ് ദ ഗോൾ. അത് ഞാനും കൂടെ എടുക്കണം. പക്ഷെ അത് തീർന്ന് എടേ, അത് 2 ചിറ്റയുടെ വീട്ടിൽ വെച്ച് തന്നെ തീർന്ന്. ചിറ്റയുടെ ഒരു ടേപ്പ് ഞാൻ എടുക്കേണ്ടി വന്ന് അവിടത്തെ ബോക്സ് പോഞ്ഞപ്പോ തന്നെ. ഞാൻ അപ്പഴേ പറഞ്ഞു, ആ അങ്കിൾ അപ്പം സമ്മതിച്ചില്ല. എനിക്കറിയാലോ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യണത്. പിന്നെ പണിയെടുപ്പിക്കുന്നു കൂട്ടുകാരെ. കേക്കിന്റെ സാധനം കുറച്ച് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. പ്ലാസ്റ്റിക് പൊട്ടില്ല, ചളങ്ങും. എന്റെ സാധനങ്ങളെല്ലാം ഹാൻഡിൽ വിത്ത് കെയർ ആണ്. ഇത് വെയിറ്റ് ഇല്ല, ഈ ബോക്സ് കുറച്ച് വെയിറ്റ് കുറവാണ്. അതാ അതിന്റെ മേലെ വെക്കാം. അതെന്തുവാന്ന് എഴുതിയിട്ടില്ലല്ലേ? വെയിറ്റ് ഇല്ലേ? നയാ പൈസ ഇല്ല കയ്യിൽ, നയാ പൈസ ഇല്ല. ഇതൊക്കെ ചെയ്യുമ്പോ എന്തൊരു സന്തോഷമല്ലേ? സന്തോഷം. ഷിഫ്റ്റിംഗ് ദ ഹൗസ് ഓഫ് ദ തിങ്സ് ഓഫ് ദ ദിസ് ഗേൾസ്. എനിക്ക് ആവശ്യമില്ലേ തോന്നുന്നു. ഇത് ആവശ്യമില്ലേ? തവി വന്നിട്ട് അടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്റെ പൊന്നോ, കിട്ടിയ കിട്ടും കൊട്ടും ഇവിടെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. ഫുൾ സെറ്റപ്പ് ആണ്. പറക്കും തളിയ. അതല്ല ഐറ്റങ്ങളൊക്കെ ഉണ്ടോ? ഇന്ന് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനെ വിളിച്ചപ്പം അവര് ചോദിച്ച അവര് പാക്കും ചെയ്യും, എന്താ ഷിഫ്റ്റും ചെയ്യും, എല്ലാം ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പിക്കപ്പ് ഡെലിവറി എല്ലാം കൂടെയാണ് പാക്കേജ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ അവര് പൊട്ടിക്കൊന്നുമില്ല, അവര് ഭയങ്കര നീറ്റായിട്ടാണ് കൊണ്ടുപോകണം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്ത് നല്ലതായിട്ട് അവര് സാധനങ്ങൾ കൊണ്ടുവെക്കണേ. അടിയിലും കൂടെ ഇനി 1 വീക്കാണ് ഉള്ളത് കൂട്ടുകാരെ കല്യാണത്തിന്. ഇന്ന് സൺഡേ ആയി, 16 അടുത്ത മൺഡേ. സോ ഞാൻ ഒരു നല്ല കുട്ടിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടത്തെ ഒന്ന് റെഡിയാക്കുവാണെങ്കിൽ നല്ല കുട്ടിയാവുമെന്നാണ് വീട്ടുകാരൊക്കെ പറയുന്നത്. കുറച്ചെങ്കിലും വല്ലപ്പോഴെങ്കിലും നല്ല കുട്ടിയാവാമല്ലോ. ഫ്രീ ആണ്, നോക്കാം. ഒരു കല്യാണത്തിന് വേണ്ടി പിടിക്കുന്നു കൂട്ടുകാരെ. ഇതാണ് കല്യാൺ ഡ്രസ് കേട്ടോ. കുർത്ത, ബുക്സ് ഉണ്ട്. ഫൈനലി ഞാനൊരു നല്ല കുട്ടിയായിരിക്കുന്നു കൂട്ടുകാരെ. കണ്ട, ഇവിടത്തേത് empty ആയി. ഇനി ഇവിടത്തേതും ഒക്കെ empty ആവുകയാണെങ്കിൽ ഞാൻ സൂപ്പർ നല്ല കുട്ടിയായാണ്. എന്നാലും ലാസ്റ്റ് ഞാൻ നല്ല കുട്ടിയാവാറ്. ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഇവിടെ മൊത്തം അടിക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെയും വൃത്തിയായി. നല്ല കുട്ടികളായിട്ടുകൊണ്ട് ബാക്കി ഒരുവിധം ഒക്കെ റെഡിയായി. പക്ഷേ എൻ്റെ നൈറ്റ് മാർ എന്താണെന്ന് വെച്ചാൽ ഇതാണ്.
ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ എടുക്കാതെ അങ്ങ് അണയ്ക്കാതെ വെച്ചേക്കുകയാണ്. ഇപ്പൊ ചില പാമ്പൊക്കെ ഉണ്ടാവും, ആരും പേടിക്കാൻ പാടില്ല, ഞാനും പേടിക്കാൻ പാടില്ല എന്നോ ഞാൻ വിചാരിക്കുന്നു. കാണാം. എന്തൊക്കെയോ എന്തോ കുറെ ഉണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ എടുക്കാൻ പോവാണ്, കൂട്ടുകാരെ എടുക്കാൻ പോവാണ്. ചുട്ടുപോയി കൂട്ടുകാരെ ഇന്ന് പാക്കേജ് ആൻഡ് മൂവേഴ്സ് ഒക്കെ വന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകും. ഇനി 5 ഡേയ്സിനാണ് കല്യാണം. 4 ഡേയ്സ് നമ്മൾ ഗുരുവായൂരപ്പം അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആയിരിക്കും കല്യാണം. ജോലിയൊക്കെ എങ്ങനെ പോകണം എല്ലാം ചോദിക്കും. പക്ഷെ എനിക്കത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സിമ്പിളായിട്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ എന്താണ് ഇനി എന്താവുന്നുള്ള ടെൻഷനാണ് കൊല്ലത്. അതാണ് അവരൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ കൂട്ടുകാരെ. ഇത് അവർ വേറെ വണ്ടിക്ക് കാത്തിരിക്കുകയാണ്. ഞാൻ ഇനി ചായ കുടിച്ചിട്ട് നല്ല സൈതാണ് മഴ പെയ്യിച്ച്. ഡ്രൈവറെ കൊടുത്തേ. ഇവിടെ നിന്ന് എല്ലാം എടുത്തു കേട്ടോ. ഇനി പാപ്പണം കൊണ്ട് പോയി വേണം എടുക്കാൻ. തികയൊന്നോ സ്ഥലമൊക്കെ. പാപ്പനംകോടിലെത്തി. വണ്ടി ഇഞ്ചക്കിൽ നിന്ന് പുറപ്പെട്ട് പാപ്പനംകോടിലെത്തിയപ്പോൾ ഞാനെത്തി. ആദ്യം എന്താണ് കൂത്തൻ കാണാം. റൂം മൊത്തം വൃത്തിയായി. ഇതുകൊണ്ട് തോന്നട്ടെ എടുക്കാൻ. കുറച്ച് സാധനങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീട് മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓ വെളിയിലെടുത്താ എല്ലായോ? എന്താണ് പറയാനുള്ളത്? വിഷമമാണോ വീട്ടിൽ നിന്ന് പോകുന്നത്? വീട്ടിൽ വിഷമമുണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി, കുഴപ്പമില്ല. ആ ശരി, ആയിക്കോട്ടെ. പറ. ശകലം ഫ്രണ്ടിൽ മേലത്തെ കെട്ട് ശകലം
നമ്മുടെ കാറും പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിലൂടെ ഇൻക്ലൂഡായി. ലേമാൻസ് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്. അത് ഉടനെ ഉടനെ ഇനിയൊന്നുമില്ലല്ലോ. അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. ഇതോടൊക്കെ എന്താണ് സംഭവം? ഒറ്റയ്ക്കാണ്. നമുക്കിവിടെ ബോർഡ് വയ്ക്കാം, മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്. മ്യൂസിയം പറഞ്ഞ് വയ്ക്കാം. മ്യൂസിയം ആൻറ്റിക്. അത് മാറ്റാം. വന്നു എന്തെങ്കിലും പറയാനുണ്ടോ? വീട്ടില് നമ്മൾ വിചാരിച്ച സാധനം ഇല്ല, കുറച്ച് സാധനമേ ഉള്ളൂ. ഇപ്പൊ നോക്കിയപ്പോ വീട് ഫുൾ സാധനമാണ്. വീട് ഫുൾ സാധനമായി. ഈ സാധനം മേടിക്കണ്ട. This is the Al Baker's room. Baking studio. ഹലോ കൂട്ടുകാരെ, ഇനി വന്നിട്ട് 19, 20, 21, 22 3 ദിവസം. നാളത്തെ ദിവസം നമ്മൾ ഗുരുവായൂരെത്തും. ഇന്ന് ബ്രൈഡിന് വേണ്ടി നമ്മൾ താലി ചെയിൻ എടുക്കാൻ പോകുവാണ്. 3 ദിവസം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ നമ്മുടെ തറവാട്ടിൽ എത്തിയിരിക്കുന്നു. വീണ്ടും മലബാർ ഗോൾഡിൽ പോയി. അമ്മ എവിടെ പോയോ എന്തോ. GoProയിൽ എടുക്കാൻ പാടില്ല, എന്നാൽ പക്ഷേ ഫോണിൽ എടുക്കാണ്. എന്തായാലും എമ്മോട്ടിലെ റൂൾസ് തന്നിട്ടുണ്ട്. ചേട്ടാ ഇപ്പൊ എവിടെ ഇങ്ങനെ പിടിക്കാവൂല്ലേ? അവിടുന്ന് ദൂരോട്ട് പിടിക്കാം, അപ്പൊ നിന്നെ കൂടെ കിട്ടും. എല്ലാം ഷിഫ്റ്റ് ചെയ്യണം. വീഡിയോ എടുക്കുന്നതിന്റെ ബ്ലോഗിന് ടിവിന്ന് കിട്ടൂല. ടിവി അവളുടെ കല്യാണത്തിന് ചേട്ടായി